പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ആഹാരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്നു വേണ്ട ആഹാരം, ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ കൃപകള്, അനുഗ്രഹങ്ങള്, സൗഖ്യം, വിടുതൽ, സന്തോഷം, സമാധാനം എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിന്റെ വലിയ സഹായം, അതിസ്വാഭാവികമായ കൃപകൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും നിറയപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ മക്കളായ ഞങ്ങളെ തിരുകുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തില് സ്വർഗത്തിന്റെ വലിയ സംരക്ഷണത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി നമ്മയും നമ്മുടെ മക്കളെയും അതിസ്വാഭാവികമായ കൃപകൾക്ക് വേണ്ടി വലിയ ദാഹത്തോടെ ശക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഒത്തിരി പേര് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനെ കാണാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ മെസ്സേജ് മിക്കവാറും വാട്സപ്പിൽ എല്ലാ മെസ്സേജും അച്ഛൻ കാണുന്നുണ്ട്, കമന്റുകളും ഇടയ്ക്കൊക്കെ അച്ഛൻ നോക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് സംസാരിക്കാനൊന്നും എനിക്കത് സമയം കിട്ടാറില്ല. കാരണം ഒത്തിരി ശുശ്രൂഷകളാണ്. ഗുഡ്നസ് ടിവിയില്, ഷെക്കേന ചാനലില് റെക്കോർഡിങ്ങുകള്, നമ്മുടെ ധ്യാന ശുശ്രൂഷകള്, ഇടവക ധ്യാന നോമ്പ്, നാളെ മുതൽ വലിയ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ നമ്മുടെ ഈ റെക്കോർഡിങ്, നമ്മുടെ ഈ ശുശ്രൂഷ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഒരുങ്ങണം, ദിവ്യാനുസ്ഥാനത്തിൽ മണിക്കൂർ ഇരിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരും കാണുന്ന അച്ഛന് പറ്റില്ല കേട്ടോ. ഒത്തിരിയേറെ പേര് പരാതിപ്പെട്ട, ഒന്ന് രണ്ട് പേര് വളരെ സങ്കടത്തോടെ പറഞ്ഞു, അച്ഛൻ അങ്ങനെ ചെയ്യരുത്, അച്ഛൻ കാണണില്ല, മിണ്ടൻ, അച്ഛന് പിന്നെ എന്നാ പരിപാടി, അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട് എന്നോട്. അത് സങ്കടം നിങ്ങൾ വിചാരിക്കരുത്. കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ച എന്നെ ഒന്ന് രണ്ട് പേര് കാണാൻ വന്നിട്ട്, കാണാൻ പറ്റുന്നവർ രാവിലെ 9:30 മുതൽ നമ്മൾ 2:30-3 മണി വരെ ഒറ്റ നിൽപ്പിലാണ് ശുശ്രൂഷ ചെയ്യണത്. ഞാനിത് പറയുന്നില്ല. പിന്നെ പിന്നീട് ഒരു കൗൺസിലിങ്ങിന്, ഒന്നാമത് നമ്മളിവിടെ കൗൺസിലിങ്ങിനുള്ള സൗകര്യമൊന്നും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കും, മാത്രമല്ല കാര്യങ്ങൾ പറയും, പിന്നെ വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കൗൺസിലിംഗ് കൊണ്ടൊന്നും കാര്യമില്ല. നീ ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും അച്ഛൻ പറഞ്ഞ സന്ദേശങ്ങൾ കേൾക്ക്, അതുപോലെ പ്രാർത്ഥിക്കുക. നമ്മുടെ ഒത്തിരി ഞങ്ങൾക്ക് നമ്മളും അത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമുക്കുണ്ട്. എന്നാലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, നിരാശപ്പെടാതെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരി മക്കളെ ഓർത്ത് മാറാത്തതിന്റെ നൊമ്പരങ്ങളൊക്കെ നമുക്കുണ്ട്, എനിക്കുണ്ട്, വ്യക്തിപരമായിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആശ്രയിക്കാൻ കർത്താവുണ്ട്. ഒരു കാര്യം, നമ്മുടെ ദൈവം സ്ഥിരതയോടെ നിന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുടുംബത്തില്, ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് അച്ഛനോട് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അച്ഛനോട് ഒരു ദേഷ്യം തോന്നരുത്. ചിലർക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവര് വർത്താനവും സംസാരമൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർക്കുന്നുണ്ട്. എല്ലാ വിശുദ്ധ കുർബാനയിലും ഈ മീഡിയ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി, ഓരോ നിയമങ്ങൾക്ക് വേണ്ടി, അനേക മക്കൾക്ക് വേണ്ടി നമ്മൾ പേര് പറഞ്ഞെന്ന പോലെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും. പിന്നെ നിത്യാരാധന, നമുക്കിവിടെ നിത്യാരാധനയുണ്ട്. നിത്യാരാധനയിൽ മണിക്കൂറുകളിരുന്ന് ആരൊക്കെ മെസ്സേജ് വിടുന്നുവോ, ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടോ, അവർക്കെല്ലാം വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ മേഖലകൾക്കൊക്കെ വേണ്ടി ശക്തമായിട്ട് ദിവ്യകാര സ്ഥാനത്തില് കരം വിരിച്ച് ഉപവസിച്ചൊക്കെ ത്യാഗം ചെയ്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. അതുകൊണ്ട് ആരും അച്ഛനോട് വിഷമം വിചാരിക്കരുത് കേട്ടോ. എല്ലാവരും ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
നമ്മൾ ഉപവാസ ധ്യാനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ദിവസങ്ങളിൽ തന്നെ ഞാൻ എൻ്റെ ഡേറ്റ് ഒക്കെ പറയും കേട്ടോ. കുറെ പേരൊക്കെ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഡേറ്റ് പറയാം, എൻ്റെ പോസ്റ്ററൊക്കെ ഇടാം. നമ്മൾ ഓർക്കുന്നത് ഒരു ശനിയാഴ്ച വൈകിട്ട് തുടങ്ങി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഒരു 21 hours 21 മണിക്കൂർ തപസ്, ഉപവാസ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി രാത്രിയും ഈ പകലൊക്കെ ആയിട്ട് 21 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുകയാണ്. മിക്കവാറും മാർച്ച് 15-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് കുർബാനയോട് കൂടി ആരംഭിച്ച് പിറ്റേ ദിവസം 16-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് കരുണക്കൊന്തയോടുകൂടി അവസാനിപ്പിക്കാവുന്ന രീതിയിലാണ് ചെറിയൊരു പ്ലാനിങ് വന്നിരിക്കുന്നത്. അത് ഞാൻ ഡീറ്റെയിൽസ് പിന്നീട് പറഞ്ഞോളാം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനം ന്യായാധിപന്മാരുടെ പുസ്തകത്തില് 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനമാണ്. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ഒരാട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. നമ്മളിവിടെ കാണുന്നത് സാംസനെ കുറിച്ചാണ്. കർത്താവിന് സമർപ്പിക്കപ്പെട്ട നാസിർ വ്രതക്കാരനായ കർത്താവ് തെരഞ്ഞെടുത്ത ഒരു പ്രിയപ്പെട്ട മകൻ സാംസൻ. അവൻ ഇസ്രായേൽ ജനത്തിന്റെ വിമോചനത്തിനു വേണ്ടി, സംരക്ഷണത്തിനു വേണ്ടി കർത്താവായ ദൈവം, രാജാതിരാജനായ കർത്താവ് അവനെ പ്രത്യേകം വിളിച്ചു, ചില കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവൻ മുന്നോട്ട് പോകുമ്പോ ഈ സാംസനെ കൊല്ലാൻ വേണ്ടി ഒരു സിംഹം ചാടി വരുമ്പോ അവിടെ സംഭവിച്ച കാര്യം എന്താണ്? സാംസനില് അവിടെ കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായിട്ട് ആവസിച്ചു. ഒരു പ്രതിസന്ധി, ഒരു ശത്രു കടന്നു വന്നപ്പോ ഇതാ അവരിൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ചു. ഒരു ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. ഓർത്തേക്ക്, ദൈവം തെരഞ്ഞെടുത്ത മകന് സംരക്ഷണം നൽകാൻ വേണ്ടി അവന്റെ മേൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി. ഈ ഒരു അഭിഷേകം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി ശത്രു വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മുടെ മക്കളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് ആവസിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ കുറെ സംസാരം നമ്മൾ പഠിക്കുമ്പോ കുറെ കാര്യങ്ങളുണ്ട്. ഇവൻ ശക്തിയാൽ നിറയപ്പെടാൻ കാരണം അവന് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവൻ, നാസീർ വ്രതക്കാരൻ. അവന് തലമുടി വെട്ടാൻ പാടില്ല, അവൻ വേർതിരിക്കപ്പെട്ടവന്. പക്ഷെ അവൻ പിന്നീട് ആ ദലീല എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവന്റെ ശക്തിയുടെ അടിസ്ഥാന കാരണമായ ആ മുടി വെട്ടാൻ ഇവൾക്ക് രഹസ്യം പറഞ്ഞു കൊടുത്ത് ആ മുടി വെട്ടിക്കഴിഞ്ഞപ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. പിന്നീട് ഈ സാംസന് ഇതുപോലെ ശക്തനായ സാംസൻ പല അത്ഭുതങ്ങളും പല പ്രവൃത്തിയും അതിശക്തിയോട് ചെയ്തിട്ടുണ്ട്, ശത്രുക്കൾ തോൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത സാംസൻ ശക്തി വിട്ടുപോയപ്പോ അവൻ വെറും കഴിവില്ലാത്തവനായി മാറി. അവന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചു. അവന്റെ നാശവും അന്ത്യവും ഒക്കെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകത്തിന്റെ ശക്തി നിറയപ്പെട്ട് നിന്നാല് നമ്മുടെ മക്കൾക്ക് ഏത് ശത്രുവിനെയും ഏത് പ്രതിസന്ധിയും ചീന്തിക്കളയാൻ പറ്റും. എന്നാൽ ശക്തി പോയാലോ, സാംസനെ പോലെ ഒരു കളിപ്പാട്ടമായിട്ട് മറ്റുള്ളവരും ഒരു അഭ്യാസ പ്രകടനം നടത്തുന്ന, സർക്കസ് കാണിക്കുന്ന ഒരു അന്ധനെ പോലെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് പിശാച് നശിപ്പിച്ചു കളയുന്ന, ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ട് കർത്താവിന്റെ വചനമനുസരിച്ച് മാമോയിസ സ്വീകരിച്ച, കൂദാശ സ്വീകരിച്ച ദൈവത്തിന്റെ മക്കൾ ദൈവം പറഞ്ഞ അനുസരിച്ച് ആ ആത്മാവിന്റെ അഭിഷേകത്തിൽ കത്തിച്ചൊളിച്ച് നിന്നാൽ നമ്മുടെ മക്കളെ തോൽപ്പിക്കാൻ ഒന്നിനും കഴിയത്തില്ല. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ മക്കള് ഈ കർത്താവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട മക്കള് ആ ശക്തി വിട്ടുപോകാത്ത രീതിയിൽ ആ ശക്തിയാൽ നയിക്കപ്പെടാൻ, കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് ആവസിക്കപ്പെട്ട ജീവിതം ജീവിക്കാൻ. അങ്ങനെ ഏതു നോക്കെ സിംഹത്തെ ആട്ടിൻകുട്ടി എന്ന പോലെ ചീന്തിക്കളഞ്ഞു, കീറി പറിച്ചു കളഞ്ഞു. അതുപോലെ നശിപ്പിക്കാൻ മാത്രം ശക്തി കർത്താവ് തന്റെ മക്കൾക്ക് നൽകും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഈ ഒരു വലിയ അഭിഷേകത്താൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മക്കളെ ശക്തി നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രമാണ ലംഘനത്തിന്റെ പിന്നാലെയോ, ലോകത്തിന്റെ പിന്നാലെയോ, ജടിക പാപത്തിന്റെ പിന്നാലെയോ, തെറ്റായ സ്നേഹബദ്ധത്തിന്റെ പിന്നാലെയോ പോകാതെ, വഴങ്ങാതെ ശക്തി നഷ്ടപ്പെടുത്തുന്ന ഒരു തിന്മയും ചെയ്യാതിരിക്കട്ടെ. അങ്ങനെ ശക്തി നഷ്ടപ്പെട്ടു പോകാതെ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഞങ്ങളുടെ മക്കൾ
ആദ്യത്തെ സാംസനെ പോലെ കരുത്തുള്ളവരാകട്ടെ, ശക്തരാകട്ടെ. അവന്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ മക്കളിലും ഈ കാലഘട്ടത്തില് സംഭവിക്കട്ടെ, സംഭവിക്കണം. കാരണം നമ്മുടെ മക്കളെ അത്രമാത്രം തിന്മ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ ഏതു വിധേനയും ഈ പെണ്ണ്, ഈ ദലീല എന്ന് പറഞ്ഞ പെണ്ണ് സാംസൻ അതിലേക്ക് വീഴ്ത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കണം. അവനെ പ്രലോഭിപ്പിച്ച്, പ്രേരിപ്പിച്ച്, കരഞ്ഞു കാണിച്ച് ഒത്തിരിയേറെ അവസ്ഥകളിലൂടെയാണ് ഈ രഹസ്യം സാംസനിൽ നിന്ന് ഇവൾ നേടിയെടുത്തത്. ഇന്ന് അങ്ങനെയാ പലതും. ലോകത്തിന്റെ വ്യക്തികള്, സംഭവങ്ങള്, കൂട്ടുകാര്, ചില പെണ്ണുങ്ങള്, ഇങ്ങനെ പല മേഖലകളിൽ ചില ചെറുക്കന്മാര് വശീകരിച്ച് നമ്മുടെ ശക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞ് നമ്മുടെ മക്കളെ ലൗചികാതില്, പ്രേമക്കുരുക്കില്, മദ്യത്തില്, ലഹരിയില്, ജടിക പാപത്തില് അടിമപ്പെടുത്തി നശിപ്പിച്ച് ശക്തി ക്ഷയിപ്പിച്ച് വെറും കണ്ണു കുത്തിപ്പൊട്ടിച്ച് അഭ്യാസികളെ പോലെ മാറ്റിയിരിക്കുന്ന എത്രയോ എത്രയോ അനുഭവങ്ങൾ. മക്കളെ പ്രാർത്ഥിക്കാം, കർത്താവേ ഇതൊന്നും ഞങ്ങളുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചു പോയ മക്കളെ സാംസന് പിന്നീട് കർത്താവ് ആ ശക്തി തിരിച്ചു കൊടുത്ത് അവസാന സമയത്ത് സാംസനെ ശക്തനാക്കുന്നുണ്ട്. കർത്താവെ അതുപോലെ ഞങ്ങളുടെ മക്കൾക്കും ശക്തി തിരിച്ചു കൊടുക്കാൻ, അതിനുവേണ്ടി എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. സാംസനിൽ നിന്ന് കർത്താവിന്റെ ശക്തി നിറയപ്പെട്ട് നഷ്ടപ്പെട്ടു പോയാൽ അത് തിരികെ പിടിച്ച് നമ്മുടെ മക്കൾ വിജയം കൈവരിക്കട്ടെ. അതിനുവേണ്ട അഭിഷേകത്തിന് പ്രാർത്ഥിക്കാം. ദിവ്യാന സന്നിധിയില് അല്പസമയം ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയും ഒപ്പം നമുക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ശക്തിയും നിറച്ചു നൽകിക്കൊണ്ട്, ഞങ്ങളെ വിളിച്ച വിളിയോട് ആവശ്യമായ അഭിഷേകവും ശക്തിയും നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോ നിമിഷവും അങ്ങ് നയിക്കുന്നുവല്ലോ. സാംസന്റെ മേൽ അവനാവശ്യമായ അഭിഷേകം നൽകിക്കൊണ്ട് അവൻ വിളിക്കപ്പെട്ട വിളി പൂർത്തീകരിക്കാൻ, ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി കർത്താവെ അങ്ങയുടെ ആത്മാവിനെ ശക്തമായിട്ട് അവനിലേക്ക് ആവസിപ്പിച്ചല്ലോ. കർത്താവെ ആ വലിയ അഭിഷേകം ഞങ്ങളുടെ മക്കൾക്ക് നൽകി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഇന്ന് പ്രത്യേകമാവിധം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാംസനിൽ നിറഞ്ഞ ദൈവിക ശക്തി നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളുടെ മക്കൾ അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് സാംസനെ പോലെ കൽപ്പന ലംഘിക്കാതെ അവിശുദ്ധി നഷ്ടപ്പെടുത്താതെ കർത്താവെ അങ്ങയുടെ സ്വന്തമായി ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണമേ. അങ്ങനെ നകന്നുപോയി ശക്തി നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കൾക്ക് യേശുവേ സാംസനെ പോലെ എളിമപ്പെട്ട് പ്രാർത്ഥിച്ച് ആ ശക്തി വീണ്ടും സ്വന്തമാക്കിയെടുക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ മക്കളുടെ മേൽ ശക്തമായിട്ട് ആവസിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇരു കരകൾ കർത്താവിലേക്ക് ഉയർത്തി നിങ്ങളുടെ മക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഞങ്ങളുടെ മക്കളിൽ ആവസിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് നമ്മുടെ മക്കളുടെ മേൽ അവരെവിടെയായിരിക്കുന്നുവോ, വിദേശത്തോ ദൂരസ്ഥലത്തോ അകന്നോ കുദാശിൽ നിന്ന് മാറിയോ പള്ളി വിട്ടോ കൂട്ടുകൂടിയോ തെറ്റായ സ്നേഹബന്ധത്തിൽ എവിടെയുമാകട്ടെ, അവിടേക്ക് കർത്താവിന്റെ ആത്മാവേ ഞങ്ങളുടെ മക്കളിൽ ആവസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ കണ്ട് കർത്താവിങ്കിൽ സമർപ്പിച്ച് ഇരു കരങ്ങളും ഉയർത്തി അതിശക്തമായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. കർത്താവിന്റെ ആത്മാവ് ഇപ്പോൾ ഞങ്ങളുടെ മക്കളുടെ മേൽ ശക്തമായിട്ട് ആവസിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ അങ്ങയുടെ അഭിഷേകത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് സാംസനിൽ നിറയപ്പെടുകയും സിംഹത്തെ ആട്ടിൻകുട്ടി എന്ന പോലെ ചിന്തിക്കളയുകയും ചെയ്ത ആ വലിയ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ. ശത്രുവിനെ നശിപ്പിക്കുന്ന എതിർ ശക്തികളെ ഞങ്ങളുടെ മക്കൾ ചിന്തിക്കളയട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ, കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടട്ടെ, ശക്തി പ്രാപിക്കട്ടെ, ശത്രുവിനെ പരാജയപ്പെടുത്തട്ടെ. ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ, ഞങ്ങളുടെ മക്കൾ സംരക്ഷിക്കപ്പെടട്ടെ. അതിനായി ഈ വലിയ അഭിഷേകം സാംസനിൽ നിറഞ്ഞ പോലെ ഞങ്ങളുടെ മക്കളിലും നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മക്കളെ പോലെ വേദനിക്കുന്ന, തടസ്സപ്പെട്ട് കിടക്കുന്ന, പാപത്തിൽ പെട്ട് കിടക്കുന്ന
അനേക മക്കളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും എളിമയോടുകൂടി എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് എല്ലാ മക്കളിലും നിറയട്ടെ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഞങ്ങളുടെ മക്കളിൽ ആവസിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ശത്രുക്കളെ ചിന്തിക്കളയട്ടെ. അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈ ശുശ്രൂഷ, മക്കൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ അനേക മക്കളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ മക്കളെ പോലെ വേദനിക്കുന്ന അനേകായിരം മക്കൾക്ക് വേണ്ടി ഈ ദിവ്യകാന സന്നദ്ധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും അവരെയൊക്കെ ചേർത്ത് പിടിക്കണം. ഒപ്പം നമ്മുടെ ശുശ്രൂഷ അനേക മാതാപിതാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അനേക മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, ഇതിനൊക്കെ വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, അവർക്ക് വേണ്ട അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. എല്ലാ അഭിഷേകത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി മക്കളിൽ ആവസിക്കാൻ വേണ്ടി ഇരു കരങ്ങളും ഉയർത്തി മക്കളെ സമർപ്പിച്ചുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കും. മക്കളെ, കർത്താവേ, അങ്ങയുടെ ആത്മാവ് ശക്തമായി ഞങ്ങളുടെ മക്കളിൽ ആവസിക്കട്ടെ, ഞങ്ങളിലും ആവസിക്കട്ടെ. ആരാധന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.